ലൈംഗിക ആരോപണം ഉന്നയിച്ച പൊന്നാനി സ്വദേശിനിക്കെതിരെ പോലീസുകാർ നിയമ നടപടി തുടങ്ങി. താനൂർ ഡിവൈഎസ്പി വി ബെന്നി മലപ്പുറം എസ്പിക്ക് പരാതി നൽകി. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് സ്ത്രീയെക്കൊണ്ട് വ്യാജ ആരോപണം നടത്തിപ്പിച്ചതെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. ടി.കെ. അരവിന്ദൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദൻ, ലൈംഗിക ആരോപണം ഉന്നയിച്ച സ്ത്രീ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ചും മുൻ മലപ്പുറം എസ്.പി ആയിരുന്ന സുജിത് ദാസിനെതിരെ അടക്കം ആരോപണം ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് നിയമ നടപടിക്ക് പോലീസ് ഒരുങ്ങുന്നത്. വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് പൊന്നാനി സ്വദേശിയായ യുവതി പരാതി ആരോപണവുമായി രംഗത്തെത്തിയത്. ഈ യുവതി നേരത്തെ തന്നെ പോലീസിൽ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. ഇത് പോലീസ് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞൊരു കേസായിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും യുവതി മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഡിവൈഎസ്പി ബെന്നി ഇപ്പോൾ നിയമ നടപടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. യുവതി ഡിവൈഎസ്പി ബെന്നിക്കെതിരെയും അതുപോലെ പൊന്നാനി CI ആയിരുന്ന വിനോദിനെതിരെയും ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന സുജിത് ദാസിനുമെതിരെയായിരുന്നു പരാതി ഉന്നയിച്ചിരുന്നത്. ഇതിൽ ഡിവൈഎസ്പി ബെന്നിയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. യുവതിയുടെ പരാതി അന്വേഷണം മുട്ടിൽ മരമുറി കേസിൽ നിയമ നടപടി സ്വീകരിച്ചതിനുള്ള പ്രതികാരം എന്ന നിലയ്ക്കാണ് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നത്. ബെന്നി നേരത്തെയും താനൂർ കസ്റ്റഡി മരണം നടന്ന സമയത്തും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് DNA ടെസ്റ്റ് മരങ്ങളുടെ കാലനിർണ്ണയം കണക്കാക്കാൻ DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി നിയമ നടപടിക്ക് തയ്യാറായത് ബെന്നിയായിരുന്നു. ഇതിനാൽ തന്നെ തനിക്കെതിരെ നിരവധി പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, തനിക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അന്ന് താനൂർ കേസന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് താനൂർ കസ്റ്റഡി മരണ സമയത്ത് ഡിവൈഎസ്പി ബെന്നി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. മുട്ടിൽ മരമുറി താൻ കർശനമായി നേരിട്ടു, ഇതിനാലാണ് തനിക്കെതിരെ നടപടി. ഈ വാദം ഉന്നയിച്ചാണ് ഇപ്പോൾ ബെന്നി ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചായിരിക്കും SP അന്വേഷിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മലപ്പുറം മുൻ SP സുജിത് ദാസും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നുണ്ട്. ഉടൻ തന്നെ പരാതി നൽകുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വിനോദ് തന്റെ നിരപരാധിത്വം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയുണ്ടായി. നേരത്തെ ഡിവൈഎസ്പി അന്വേഷിച്ച് തള്ളിക്കളഞ്ഞൊരു കേസാണ് തനിക്കെതിരെ ഉയരുന്നതെന്ന് പൊന്നാനി CI വിനോദും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തായാലും അൻവറിന്റെ വെളിപ്പെടുത്തലോടെയാണ് ഇത്തരം ആരോപണങ്ങളും കുപ്രചരണങ്ങളും എല്ലാം പുറത്താവാൻ തുടങ്ങിയത്. ഇതിനെ പോലീസും ശക്തമായി നേരിടാനാണ് ഒരുങ്ങുന്നത്. അഖില. അരവിന്ദൻ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, PV അൻവർ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയാണ്. പ്രത്യേകിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ ADGP MR അജിത് കുമാറിനെതിരെ അടക്കം ഉന്നയിച്ച ആരോപണങ്ങളിൽ തന്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അന്വേഷിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അൻവർ പറഞ്ഞു വെച്ചതുകൊണ്ട് തന്നെ അൻവറിന്റെ മൊഴിയെടുക്കൽ എങ്ങനെയായിരിക്കും? വിശദാംശങ്ങൾ. തൃശൂർ DIG തോംസൺ ജോസാണ് അൻവറിന്റെ മൊഴിയെടുക്കുന്നത്. ഇതിനെ അദ്ദേഹം മലപ്പുറത്തേക്ക് പുറപ്പെട്ടു എന്നാണ് അറിയുന്നത്. എന്നാൽ എവിടെ വെച്ചാണ് മൊഴിയെടുക്കൽ എന്ന് വെളിപ്പെടുത്താൻ പോലീസോ അൻവറോ ഇതുവരെ തയ്യാറായിട്ടില്ല. അൻവർ മൊഴിയെടുപ്പിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലപ്പുറത്തോ നിലമ്പൂരിലോ ആയിരിക്കും മൊഴിയെടുക്കൽ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അൻവർ തന്റെ നിലപാടുകൾ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു. ADGP MR അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ മുൻ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെയുള്ള തന്റെ ആരോപണം പറഞ്ഞിരുന്നു. അൻവർ നിരവധി ആരോപണങ്ങളാണ് ഒരേ സമയം ഉന്നയിക്കുന്നത്. ഇതിലെല്ലാം വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. ഒന്ന്, മലപ്പുറത്ത് SP-യുടെ വസതിയിൽ വെച്ചിരുന്ന മരമുറിയുമായി ബന്ധപ്പെട്ട വിവാദം, അതുപോലെ തന്നെ എടവണ്ണയിൽ യുവാവ് വെടിയേറ്റ് മരിച്ച സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം, താനൂർ കസ്റ്റഡി മരണത്തെ കുറിച്ചുള്ള അന്വേഷണം, ഇതിലെല്ലാം അതിന്റെ പുറമെ MR അജിത് കുമാറിനെതിരെ കവർച്ചാശ്രമത്തെ കൊലയ്ക്ക് കൂട്ടുനിന്നു, അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കാൻ കൂട്ടുനിന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം അൻവർ ഉയർത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നാളെ ഒരു ആരോപണത്തിന് ഇടവരുത്താത്ത രീതിയിൽ കൃത്യമായ മൊഴിയെടുക്കൽ നടക്കണമെന്നാണ് DGP പോലീസിന് കൊടുത്ത നിർദ്ദേശം. അതിനാൽ തന്നെ കർശനവും സൂക്ഷ്മതയോടു കൂടിയുള്ള ഒരു മൊഴിയെടുക്കലായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖില.